Hi everyone. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CE 206 ഫ്ലൂയിഡ് മെക്കാനിക്സ് 2ലെ മൊഡ്യൂൾ 6ലെ റെയ്ലീസ് മെത്തേഡിന്റെ വേറൊരു പ്രോബ്ലം ആണ്. നമ്മൾ ഓൾറെഡി 5 പ്രോബ്ലം ഡിസ്കസ് ചെയ്തു. സോ നമുക്ക് വേറൊരു പ്രോബ്ലം കൂടെ നോക്കാം. മൈസെൽഫ് അഞ്ജു തുളസി ഫ്രം ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അടൂർ. സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. A partially submerged body is stocked in water. The resistance R to its motion depends on the density rho, viscosity mu of water, length L of the body, velocity V of the body, and acceleration due to gravity G. Show that the resistance to the motion can be expressed in the form R equal rho L square V square phi of mu by rho V L into Lg by V square. So resistance force depend ചെയ്യുന്ന ഫാക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഡെൻസിറ്റി റോ, വിസ്കോസിറ്റി mu of water, length L, velocity V and acceleration due to gravity. Okay. So the resistance R depends on density rho, viscosity mu, length L, velocity V, acceleration due to gravity G. Therefore R നമുക്ക് എങ്ങനെ എഴുതാം? R equal K rho A mu raised to B L raised to C V raised to D into G raised to E. So which is equation number 1. അതിൽ K എന്ന് പറഞ്ഞാൽ നോൺ ഡൈമെൻഷണൽ കോൺസ്റ്റന്റ് ആണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്തുവായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? രണ്ട് സൈഡിലും ഡയമെൻഷൻസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. സോ ഇക്വേഷൻ നമ്പർ 1ൽ നമുക്ക് ഡയമെൻഷൻസ് രണ്ട് സൈഡിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ആറിന്റെ ഡയമെൻഷൻ എഴുതാം. റെസിസ്റ്റിംഗ് ഫോഴ്സ് ആണ് MLT raised to -2 ഈക്വൽ K നോൺ ഡയമെൻഷണൽ കോൺസ്റ്റന്റ് ആണ്, ഡയമെൻഷൻ ഇല്ല. ആൻഡ് ഡെൻസിറ്റി റോ എന്ന് പറഞ്ഞാൽ ML raised to -3. സോ ML raised to -3 the whole raised to A into ML raised to mu means ML raised to -1 T raised to -1 viscosity raised to B. Okay, length എന്താണ്? L that is raised to C into velocity LT raised to -1 the whole raised to D and acceleration due to gravity G LT raised to -2 the whole raised to E. Okay, so രണ്ട് സൈഡിലെയും ഡയമെൻഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഓരോന്നിന്റെയും പവേഴ്സ് നമ്മൾ എഴുതാൻ പോവാണ്. സോ ഫസ്റ്റ് വൺ പവർ ഓഫ് എമ്മിന്റെ പവർ എഴുതാം. സോ LHS നോക്കുവാണെങ്കിൽ എമ്മിന്റെ പവർ എത്രയാണ്? 1. ഓക്കെ, സോ 1 ഈക്വൽ RHS നോക്കുവാണെങ്കിൽ M raised to A ഉണ്ട് അല്ലേ. സോ A പ്ലസ് ഇവിടുത്തെ എമ്മിന്റെ പവർ എത്രയാണ്? B. സോ A പ്ലസ് B വേറെ ഇല്ല. ഓക്കെ, സോ 1 ഈക്വൽ A പ്ലസ് B എന്ന് കിട്ടി. സോ പവർ ഓഫ് M എഴുതി. നെക്സ്റ്റ് പവർ ഓഫ് L എഴുതാം. L എഴുതുവാണെങ്കിൽ ഇവിടുത്തെ പവർ LHSലെ പവർ എന്ന് പറയുന്നത് 1 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു RHSൽ വരുമ്പോൾ ഇവിടെ ഒരു L raised to -3A വരും. സോ -3A. ഓക്കെ, ഇവിടെ ഒരു -1 into B -B അല്ലെ. -1 into B എത്രയാണ്? -B. L raised to -1 the whole raised to B എന്നാണ്. സോ L raised to -1B. ഓക്കെ, സോ -B ഉണ്ട്. ഇവിടെ ഒരു C ഉണ്ട്. ഇവിടുത്തെ പവർ Lന്റെ പവർ D ആണ്. ഇവിടുത്തെ Lന്റെ പവർ E ആണ്. സോ -3A -B പ്ലസ് C പ്ലസ് D പ്ലസ് E. നെക്സ്റ്റ് പവർ ഓഫ് T എഴുതാം. LHSൽ നോക്കുവാണെങ്കിൽ Tയുടെ പവർ -2 ആണ്. സോ -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഈക്വൽ ഇവിടുത്തെ Tയുടെ പവർ T raised to -B അല്ലേ. സോ -B ആണ് പവർ. -B മൈനസ് T raised to -D ആണ് ഇവിടെ. സോ -D. ഓക്കെ, ഇവിടുത്തെ -2E ആണ്. സോ -2E. ഓക്കെ, സോ പവർ ഓഫ് MLT എഴുതി. നെക്സ്റ്റ് ഇവിടുത്തെ അൺനോൺസ് എത്ര നോക്കാം? A B C D E. സോ നമുക്ക് ഇവിടെ 5 അൺനോൺസും 3 ഇക്വേഷനെ ഉള്ളൂ അല്ലേ. സോ we want to express the 3 unknowns in terms of 2 unknowns അല്ലേ. സോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ഏതാന്ന് നോക്കാം. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 അൺനോൺസുകൾ നോക്കാം. എന്നിട്ട് ബാക്കിയുള്ള 3 അൺനോൺസുകൾ ആ 2 അൺനോൺസിന്റെ ബേസിൽ വേണം നമ്മൾ എഴുതാൻ. ഓക്കെ, റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറിയിൽ നോക്കുവാണെങ്കിൽ വിസ്കോസിറ്റി മ്യൂ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് ഇമ്പോർട്ടൻറ്റ് അൺനോൺസ് ആയിട്ട് വരുന്നത്. സോ നമുക്ക് മ്യൂ എന്ന് പറയുവാണെങ്കിൽ മ്യൂ റേസ് ടു B ആണ്. സോ B എന്ന പവർ ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G നോക്കുവാണെങ്കിൽ Gയുടെ പവർ E ആണ്. സോ ബാക്കിയുള്ള അൺനോൺസ് A C D എന്തിന്റെ ബേസിൽ വേണം എഴുതാൻ? A ഈക്വൽ ടു ഇക്വേഷൻ വരുന്നത് Bയുടെയും Eയുടെയും ബേസിൽ വേണം ഇരിക്കാൻ. ഓക്കെ, സോ അതേപോലെ തന്നെ Cയും Dയും. സോ
there are 5 unknowns and equations are only 3, expressing the 3 unknowns in terms of 2 unknowns. Mu and g ആണ് നമ്മൾ എടുത്തേക്കുന്നത്. So hence express A, C, D and in terms of B and D. സോ ഒന്നുകിൽ ഈ മെത്തേഡ് ഉപയോഗിക്കാം. ഞാൻ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ വേറെ രീതിയിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കുന്ന പഠിപ്പിച്ചിരുന്നു. ആ രീതി വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിച്ച് അൺനോൺസ് നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. സോ നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യാം. പവർ ഓഫ് എമ്മിൽ നിന്ന് എ ഈക്വൽ എന്താണ്? എ ഈക്വൽ 1 മൈനസ് ബി എന്ന് കിട്ടി. സോ എ ഈക്വൽ 1 മൈനസ് ബി. സോ നെക്സ്റ്റ് നമുക്ക് ഡി എഴുതാം. കാരണം ബിയും ഇയുടെ രീതിയിലാണ് നമുക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടത്. സോ ഡി ഈക്വൽ എന്ന് എഴുതാം. ഡി ഈക്വൽ നമുക്ക് കിട്ടുന്നത് 2 മൈനസ് ബി മൈനസ് 2e. സോ ഡി ഈക്വൽ 2 മൈനസ് ബി മൈനസ് 2e എന്ന് കിട്ടി. ഇനി നമ്മുടെ സി അടുത്ത പവർ ഓഫ് എല്ലിന്റെ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ. 1 ഈക്വൽ മൈനസ് 3a മൈനസ് ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് ഇ എന്ന്. സോ പവർ ഓഫ് എൽ നമുക്ക് കിട്ടിയതാണ്. ആ ഇക്വേഷനിലോട്ട് നമുക്ക് എയുടെയും ഡിയുടെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എയുടെയും ഡിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സി ഈക്വൽ എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടും. സോ 1 പ്ലസ് 3a പ്ലസ് ബി മൈനസ് ഡി മൈനസ് ഇ. ഇതിൽ എയുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡിയുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ സി ഈക്വൽ 2 മൈനസ് ബി പ്ലസ് ഇ എന്ന് കിട്ടും. സോ നമുക്ക് വേരിയബിൾസിന്റെ വാല്യൂസ് കിട്ടി. ഇനി ഈ വാല്യൂസ് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞാൽ ആർ ഈക്വൽ കെ റോ എ മ്യൂ ബി എൽ റേസ് ടു സി വി റേസ് ടു ഡി ഇൻറ്റു ജി റേസ് ടു ഇ എന്നാണ്. സോ എ ബി സി ഡി വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആർ ഈക്വൽ ടു കെ റോ എ എന്ന് പറഞ്ഞാൽ 1 മൈനസ് ബി. സോ 1 മൈനസ് ബി ഇൻറ്റു മ്യൂ റേസ് ടു ബി. ബിയും ഇയും ആണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടേംസ് ആക്കി എടുത്ത് വേരിയബിൾസ് ആക്കി എടുത്ത്. സോ അതിന്റെ രീതിയിലാണ് എക്സ്പ്രസ് ചെയ്ത് എഴുതിയത്. സോ മ്യൂ റേസ് ടു ബി ഇൻറ്റു എൽ റേസ് ടു സി എന്താണ് 2 മൈനസ് ബി പ്ലസ് ഇ ഇൻറ്റു വി റേസ് ടു 2 മൈനസ് ബി മൈനസ് 2e ഡി ആണ് നമ്മുടെ. ഓക്കെ, ഇൻറ്റു ജി റേസ് ടു ഇ. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം പ്ലസ് എൻ. ഓക്കെ, സോ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഫോമിലാക്കി എഴുതി. എല്ലാത്തിനെയും സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഒരേ കോഫിഷ്യൻസ് വരുന്ന കെ ഇൻറ്റു റോ എൽ സ്ക്വയർ വി സ്ക്വയർ അല്ലേ. റോ എൽ സ്ക്വയർ വി സ്ക്വയർ നമ്പർ ആയിട്ടുള്ള പവേഴ്സ് വരുന്നെല്ലാം ഒരുമിച്ച് എഴുതി. ഇനി ബിയുടെ പവർ എല്ലാം കൂടെ ഒരുമിച്ച് എഴുതി. ആൻഡ് ഇയുടെ പവർ വരുന്നതും എല്ലാം കൂടെ ഒരുമിച്ച് എഴുതി. സോ കെ റോ എൽ സ്ക്വയർ ബി സ്ക്വയർ ഇൻറ്റു പോസിറ്റീവ് പവർ വരുന്ന മ്യൂ ആണ് അല്ലേ. ബാക്കിയെല്ലാം എന്താണ് അപ്പം ഡിനോമിനേറ്ററിലാണ് വരണ്ടേ. സോ മ്യൂ ബൈ റോ എൽ വി ദ ഹോൾ റേസ് ടു ബി ഇൻറ്റു ഇവിടുത്തെ പോസിറ്റീവ് പവർ വരുന്ന എൽ ജി. സോ എൽ ജി ബൈ നെഗറ്റീവ് പവർ വരുന്ന ഡിനോമിനേറ്റർ എഴുതാം വി സ്ക്വയർ ദ ഹോൾ റേസ് ടു ഇ. ഓക്കെ, ഇനി ഈ ആർബിറ്ററി പവേഴ്സ് കളയാൻ വേണ്ടി നമ്മൾ ഫൈ എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. ആർ ഈക്വൽ കെ റോ എൽ സ്ക്വയർ ബി സ്ക്വയർ ഫൈ ഓഫ് മ്യൂ ബൈ റോ എൽ ബി ഇൻറ്റു എൽ ജി ബൈ ബി സ്ക്വയർ. സോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് തന്നെയല്ലായിരുന്നോ? ആർ ഈക്വൽ ടു റോ എൽ സ്ക്വയർ ബി സ്ക്വയർ ഫൈ മ്യൂ ബൈ റോ വി എൽ ഇൻറ്റു എൽ ജി ബൈ ബി സ്ക്വയർ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമ്മളത് പ്രൂവ് ചെയ്തു. ഓക്കെ, സോ താങ്ക് യു.